അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനായിട്ടാണ്. ഇതിലൊരുപാട് വിശേഷങ്ങളുണ്ട്. എൻ്റെ ഒരു ഫുൾ ഡേ ശരിക്കും എങ്ങനെയാണെന്ന് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ പതിപോലെ തന്നെ സുബ് നമസ്കാരവും ഒത്തും കാര്യങ്ങളും പിന്നെ എൻ്റെ വർക്കൗട്ടും എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ദോശയാണ്. നമ്മൾ കണ്ണൂർ സ്റ്റൈൽ ദോശയാണ്. പച്ചരിയും ചോറും ഉപയോഗിച്ചിട്ടുള്ള ദോശയില്ലേ, അതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും. അതുകൊണ്ട് ഞാനിതിൻ്റെ റെസിപ്പി ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ദോശയാണ്. പിന്നെ കുട്ടികൾക്ക് ടിഫിനിലേക്കും ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ദോശ ചുട്ടെടുക്കലാണ്. ഞാനിപ്പം 2 പാൻ വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കൽ. അന്നേരം പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. ഒരു ദോശ ഇപ്പുറം എന്താ പറയുക ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ വേറെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ദോശ അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കലാണ്. എന്നാൽ വേഗമാവും. പിന്നെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നില്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ കുട്ടികളെ എന്താ പറയുക ബീഫ് കറി ആക്കി ദോശക്കെല്ലാം അരച്ച് വെച്ച് കുട്ടികളെ ടിഫിൻ ബോക്സിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ടൈം ഞാൻ വിചാരിച്ചു ഇന്നെന്താ വീഡിയോ എടുത്താൽ വെറുതെ ഇന്നത്തെ ദിവസം കളയണ്ട, ഫുൾ ഡേ അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ദോശ അരക്കുന്നതും ബീഫ് കറി ഉണ്ടാക്കുന്നതൊന്നും കാണിക്കാത്തത്. എങ്കിൽ ഞാൻ രാവിലെ 6 മണിക്കോ എന്താ പറയുക 5:30 തന്നെ സ്റ്റാർട്ട് ചെയ്യലില്ല ഒരു വീഡിയോ. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് പിന്നെ എന്താ പറയുക വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കലാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ടിഫിൻ ബോക്സ് ഞാനൊന്ന് കഴുകിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെക്കും. എന്നിട്ട് മൈസിയും ടിഫിനെല്ലാം റെഡിയാക്കലാണ്. അവർക്ക് ദോശ എന്താ പറയുക ബീഫ് കറി എന്താ പറയുക കടലക്കറി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലേക്കും. നമ്മളെല്ലാം പോകുന്ന ടൈമും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. ഉമ്മ എന്താ പറയുക നമുക്ക് പുട്ട് കടലക്കറി ദോശ അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും റൈസ് അങ്ങനെയെല്ലാം തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക മൻഹയും മൈസിയും അവരുടെ ടിഫിനും മുഹമ്മദിൻ്റെ ടിഫിൻ ബോക്സും എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് ഷെയർ ആക്കാത്തതാണ്. കാര്യം കൂടുതൽ ഭാഗങ്ങൾ ഷെയർ ആക്കി കഴിഞ്ഞാൽ എന്താ പറയുക വീഡിയോ കൂടുതൽ ലെങ്തി ആവും. അപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ വിചാരിച്ചു ഇന്ന് ഇനി മുതൽ എൻ്റെ റിയൽ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം. ഞാൻ സാധാരണയിലെ ഓരോരോ ഭാഗങ്ങളെല്ലാം കട്ടാക്കിയിട്ടാണ് ഷൂട്ട് ചെയ്യൽ. ഇപ്പം വിചാരിച്ചു എൻ്റെ ഞാൻ പണ്ട് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ ഡേ അങ്ങ് ഷൂട്ട് ചെയ്യണമെന്ന്. ഇൻഷാ അല്ലാ. ഇനിയിപ്പോൾ ഇതാ കുട്ടികൾക്കുള്ള ബൂസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി അവർ ഫുഡെല്ലാം അങ്ങനെ എടുക്കലാണ്. പിന്നെ തലേ ദിവസം തന്നെ ഞാൻ മടക്കി വെച്ച ഡ്രസ്സാണ് കേട്ടോ ആ കാണുന്നത്. ഞാനില്ലേ കുട്ടികൾക്ക് ക്ലാസ്സിലുള്ള ദിവസമാണെങ്കിൽ തലേ ദിവസം തന്നെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ എന്താണോ ഫുഡ് ഉണ്ടാക്കേണ്ടത് അതെല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ. എന്നാൽ പിറ്റേ ദിവസം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് മൈൻഡ് ആയിരിക്കും. നമുക്ക് ഭയങ്കര ടെൻഷനൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ താമസിച്ചിട്ടില്ല എണീക്കൂലേ, അന്നേരം എന്താ ഉണ്ടാക്കാന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല. കാര്യം നമ്മൾ തലേദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് കിച്ചണെല്ലാം നല്ല ക്ലീനാക്കി മാഷാല്ലാ അടിപൊളിയാക്കി വെച്ചാൽ തന്നെയല്ലേ നമുക്ക് നല്ലൊരു ഫ്രഷ് മൈൻഡ് ആയിരിക്കും. കുട്ടികളെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്കൂളിലേക്ക് വിടാനും കഴിയും. ഇനിയിപ്പോൾ ഇതാ അവൾ ടിഫിൻ ബോക്സ് എല്ലാം റെഡിയാക്കി തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് മോനെ ഒരുക്കുന്നതും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല തിരക്കായിരിക്കും. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ നിൽക്കലില്ല. കാര്യം അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആവും. പിന്നെ കുട്ടികളെ ബസ്സും പോയി പോകും. കുട്ടികൾക്ക് ഇവിടുന്ന് കുറച്ച് നടന്നാലാണ് സ്കൂൾ ബസ് വരാം. എൻ്റെ വീട് കുറച്ച് ഉൾഭാഗത്താണ്. റോഡ് സൈഡിൽ മാത്രമേ സ്കൂൾ ബസ് വരും. അങ്ങനെ അവരങ്ങനെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതാ ഞാനൊന്ന് മുറ്റത്തേക്ക് വന്നതാണ്. എൻ്റെ ചായകുടീൻ്റെ ടൈമാണ് കേട്ടോ ഇത്. ഞാൻ രാവിലെ തന്നെ ഒരു വെള്ളമെല്ലാം കുടിച്ച് വർക്കൗട്ടെല്ലാം ചെയ്യും. പിന്നെ ചായ കുടിക്കൽ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞാലാണ് ഇങ്ങനെ പുറത്തിരുന്നിട്ട് ചായ കുടിക്കലാണ്. കുറേ കിളികൾ വരും കേട്ടോ. രാവിലെ ഒരു മഴയെല്ലാം കഴിഞ്ഞാൽ എന്താ പറയുക, വെള്ളമെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ കുറേ പക്ഷികൾ ഇങ്ങനെ വരും. ഫുഡ് ഉണ്ടോ നോക്കാൻ വേണ്ടിക്കാൻ തോന്നും. പിന്നെ ഇന്നാണെങ്കിൽ എനിക്ക് മുറ്റെല്ലാം ഒന്ന് അടിച്ചു വരാനുണ്ട്, മൊത്തം ക്ലീൻ ചെയ്യേണ്ട ദിവസമാണ്. അപ്പം ഞാനിന്ന് വിചാരിച്ചു ആദ്യം ഉൾഭാഗമെല്ലാം, വീടിൻ്റെ ഉൾഭാഗം മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാന്ന്. ബെഡ്ഷീറ്റെല്ലാം ഒന്ന് വിരിച്ചെടുക്കലാണ്. ബെഡ്ഷീറ്റ് മാറ്റാനൊന്നുമില്ല, തലേദിവസം ഞാൻ ബെഡ്ഷീറ്റെല്ലാം മാറ്റിയതാണ്. പിന്നെ സെൻട്രാളും കിച്ചണും ഒന്ന് തുടക്കാനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഡെയിലി ഫുള്ളായിട്ട് തുടക്കൂല. സെൻട്രാളും കിച്ചണും എന്തായാലും ഡെയിലി തുടക്കും. കാര്യം സെൻട്രാളിൽ നിന്ന് സോഫേൻ്റെ മുകളിൽ നിന്ന് മോൻ എന്തെങ്കിലും സ്നാക്കും കാര്യങ്ങളെല്ലാം കഴിക്കുമ്പോൾ നിലത്ത് പോവും, അതിൻ്റെ ഓയിലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. കിച്ചണിലാകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്, അപ്പുറം എല്ലാം ക്ലീനായി. ഇനിയിപ്പം കിച്ചണിലേക്ക് വന്നേരില്ലേ, ഫ്രിഡ്ജ് തുറന്നേരം ഫ്രിഡ്ജ് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഫീലായിട്ട് തോന്നിയേരം ഫീലാണ് എനിക്ക്. ഒന്ന് ക്ലീൻ ആക്കാൻ തോന്നുന്നു. കാര്യം എനിക്ക് മുറ്റത്തും ചെയ്യണം, പിന്നെ ബാക്കി കിച്ചൺ ക്ലീനിങ്ങും ഉണ്ട്. പിന്നെ വിചാരിച്ചു ആദ്യം ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കട്ടെ എന്ന്. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസ് എല്ലാം ഒന്ന് മാറ്റിയെടുക്കലാണ്. ഇക്കിലെ കുറച്ച് വെജീസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഉള്ളിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ, കിച്ചണൊന്ന് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫ്രിഡ്ജ് ക്ലീൻ ആക്കണ്ടേ. ഇതിൽ മസാല ദോശൻ്റെ മാവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവരും പോലെ ഇങ്ങനെ ഓരോരുക്കും മടിയെല്ലാം പിടിക്കുന്ന ദിവസമില്ലേ, രാത്രി നമുക്ക് കയ്യാണ്ടെല്ലാം തോന്നൂലേ, അങ്ങനത്തെ സമയങ്ങളിലെല്ലാം ഞാൻ അങ്ങനെ പാത്രം അങ്ങനെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കും. പിന്നെയാണ് ക്ലീൻ ആക്കൽ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ണോടിക്കും, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നല്ലോണം മോശമാവാൻ നിൽക്കില്ല. ഇടയ്ക്കൊന്ന് ക്ലീൻ ആക്കില്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടി വരും. മൊത്തത്തിൽ ഊരി മാറ്റിയിട്ടെല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും. ഇടയ്ക്കൊരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കും. ഇതിപ്പം ഒന്ന് തുടക്കണമെന്ന് തോന്നി അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തുടക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ബോക്സും കാര്യങ്ങളിലല്ലേ, അതിലെ വേസ്റ്റും കാര്യങ്ങളെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാന്ന്, കഴുകി ക്ലീൻ ചെയ്തെടുക്കലാന്ന്. പിന്നില്ലേ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുമ്പില്ലേ ആദ്യം നമുക്ക് നല്ല മടിയിലായിരിക്കും. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോയി പോകും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പില്ലേ ഒരു പ്രത്യേക സമാധാനമായിരിക്കും. അതെത്ര ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും ഇല്ലേ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് നോക്കുമ്പം നമുക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളും ഒരു ചെറിയൊരു ടയേർഡെല്ലാം ഉണ്ടാവും. എന്നാലും അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നോക്കുമ്പില്ലേ നമ്മളാ കഷ്ടപ്പെട്ടതിനുള്ള ആ ഒരു റിസൾട്ട് എന്ന് പറയുന്ന പോലെ അത് കാണുമ്പം ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ കുട്ടികളും ഹസ്ബൻഡും എല്ലാം ഷോപ്പിലെല്ലാം പോയി എന്താ പറയുക സ്കൂളിലെല്ലാം പോയിട്ട് അവർ കയറി വരുമ്പോൾ നമുക്ക് അവരെ സ്വീകരിക്കാനുള്ള ഒരു നല്ലൊരു മൈൻഡും ഉണ്ടാവും. കാരണം വീട് നല്ല ക്ലീനാണ്, ചുറ്റുപാടും എല്ലാം ക്ലീനാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഒരു ദേഷ്യവും കാര്യങ്ങളെല്ലാം കുറേയെല്ലാം കുറഞ്ഞു കിട്ടും കേട്ടോ. ഇങ്ങനെ നമ്മളെല്ലാ ഭാഗവും ക്ലീനാക്കിയിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടല്ലേ വേണ്ടു. കുറച്ച് കഷ്ടപ്പാടൊന്നുമല്ല, സത്യം പറഞ്ഞാൽ ഇതെല്ലാം ആസ്വദിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചിലർക്ക് ഇതെല്ലാം ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, കാര്യം മടിയായിരിക്കും ചെയ്യാൻ വേണ്ടിക്ക്. നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് ആസ്വദിച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിക്ക്. നമ്മൾ മൊബൈലെല്ലാം യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഒരു ലഹരി പോലെ ഇരിക്കും നമുക്ക് ക്ലീനെല്ലാം ചെയ്ത് വീടെല്ലാം നീറ്റാക്കി ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കുമ്പം. അങ്ങനെ
ഇനിയിപ്പോൾ ഇതാ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ആക്കി അതെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. മഴയിലായതുകൊണ്ട് പിന്നെ വെയിലത്തൊന്നും വെച്ചിട്ട് ഉണക്കാൻ കഴിയില്ല. ഞാൻ അന്നേരം തന്നെ അങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട്. കാര്യം കുറച്ച് വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഈച്ച ഉണ്ടാവും. ഞാനിപ്പോൾ ഇല്ലേ ഈച്ച പോകാൻ എന്താ വഴി എത്താം എന്തെങ്കിലും പറഞ്ഞുതരുമോ എന്നുള്ള കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിന്. പണ്ട് എൻ്റെ ഉമ്മ പറയലുണ്ട് മഴക്കാലത്ത് ജനൽ തുറന്നിടല്ലേ ഒരു ഫാന ഈച്ച വരുമെന്നും. അന്നേരം ഒന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും ജനലെല്ലാം തുറന്നിടാൻ വേണ്ടിക്കും മഴയത്ത്. അന്നേരം ഒന്നും ഞാനത് കേൾക്കലില്ല കേട്ടോ. ഇപ്പം എനിക്ക് മനസ്സിലായി ജനൽ തുറന്നിട്ടാലില്ലേ മഴക്കാലത്ത് ഇവിടെ നിന്നല്ലോ ഈച്ച വരും. ഇപ്പം ഇല്ലേ മാഷാ അല്ലാഹ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈച്ചയൊന്നുമില്ല. കാര്യം ഞാനിപ്പം ജനലും വാതിലെല്ലാം പൂട്ടിയിട്ട് ആവശ്യത്തിന് മാത്രം തുറക്കും എന്നിട്ട് അത് പെട്ടെന്ന് അടക്കും. അങ്ങനെയാണ് ചെയ്യല്. മഴക്കാലത്തില്ലേ ഈ ജനലും വാതിലെല്ലാം നമ്മളിങ്ങനെ തുറന്നിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈച്ചയും പ്രാണികളെല്ലാം വരും. സത്യം തന്നെയാണ് ഉമ്മ പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് സംഭവത്തിൽ മനസ്സിലായത്. ഉമ്മ പണ്ടേ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ടൈമെല്ലാം ഉമ്മ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ വീടെല്ലാം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജനലെല്ലാം തുറന്നിടുമ്പോൾ നല്ലൊരു സമാധാനമല്ലേ. അന്നേരം ഉമ്മ അറിയാതെ അടച്ചേടി ഉർഫാന എന്താ പറയുക ഈച്ചയും കൊതും എല്ലാം കയറും. സംഭവം സത്യമാണ്. ഇപ്പം എനിക്ക് വീടെടുത്ത് ഞാനത് ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്ക് എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്താ പറയുക അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. കുറേയെല്ലാം കുറഞ്ഞു കിട്ടും ഈച്ചയെല്ലാം. അപ്പം മാഷാ അല്ലാഹ് ഞാനിപ്പോൾ ഈ ഒരു പച്ചക്കറിയും കാര്യങ്ങൾ എല്ലാം ഇടുന്നേറ്റും ഒരു ഈച്ച പോലും ഉണ്ടായിട്ടില്ല. കാര്യം ഞാനിപ്പം ജനലും വാതിലും എല്ലാം സമയത്തിന് അടക്കും. പിന്നെ 5 മണിക്ക് മുമ്പേ വാതിലെല്ലാം ഉണ്ടെങ്കിൽ അത് അടച്ച് വെക്കാം. കാര്യം കൊതു കയറുന്ന സമയം ആ ടൈമാണെന്ന് പറയുന്നേക്കാം. നമ്മൾ കൊതു കയറുന്ന ടൈം എന്നാണ് കേട്ടോ പറയൽ. കൊതുകെല്ലാം വീട്ടിൻ്റെ ഉള്ളിലേക്കില്ലേ വരുന്ന ടൈം അതാന്ന് പറയുന്നേക്കാം. പണ്ടത്തെ ആൾക്കാരെല്ലാം പറയുന്നത് ശരിക്കും സത്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാണ്. പിന്നില്ലേ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് ഇർഫാനൊക്കെ ഭയങ്കര എന്തൊരു വൃത്തിയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് നല്ല സമാധാനം ഉണ്ടാകുമ്പം നല്ല വൃത്തിയാക്കാൻ തോന്നുമെന്ന്. അത് ശരിക്കും തെറ്റാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. സമാധാനം എന്ന് പറയുന്നതില്ലേ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവില്ല. 90% ഈ ദുനിയാവിൽ എന്താ പറയുക ഈ ഭൂമിയിൽ ദുഃഖങ്ങളാണ്. അതിൽ 10% മാത്രമേ സന്തോഷമുള്ളൂ. അതെല്ലാ മനുഷ്യന്മാർക്കും. സമ്പന്നനാണെങ്കിലും എനിക്ക് വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും. ദരിദ്രനാണെങ്കിലും എനിക്ക് പണം ഇല്ലാത്തതായിരിക്കും. അങ്ങനെ ഓരോരോ മനുഷ്യന്മാർക്കും ഓരോരോ രീതിയിലായിരിക്കും. കുട്ടികളില്ലാണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്, അംഗവൈകല്യം കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്, രോഗം കൊണ്ട്, മരണം കൊണ്ട്, അങ്ങനെ ഓരോരോ കാരണത്തിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരാളെ വീഡിയോ കണ്ടിട്ട് ഒരു ഭയങ്കര ഹാപ്പിയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളിപ്പം വീഡിയോ ചെയ്യുമ്പോഴേ നമ്മൾ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രം നിങ്ങൾക്ക് ഷെയർ ആക്കും. ആരും ദുഃഖങ്ങൾ ഷെയർ ആക്കാൻ ഇഷ്ടപ്പെടില്ല. കാര്യം അത് നമുക്ക് എന്തിനാ മറ്റുള്ളവരറിയുന്നത് അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ദുഃഖങ്ങൾ ഷെയർ ആക്കില്ല. കാരണം നിങ്ങളും കൂടി നെഗറ്റീവാവും എന്തിനാണെന്ന് വിചാരിക്കും. അപ്പോൾ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രമൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, വഴക്കുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മളതൊന്നും സ്ക്രീനിൽ കാണിക്കില്ല. കാര്യം നിങ്ങളും കൂടി നെഗറ്റീവാവും. അങ്ങനെ അപ്പം ഒരാളെ വീഡിയോ കണ്ടിട്ട് അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, എല്ലാവർക്കും പ്രയാസങ്ങളുണ്ടാവും. അപ്പം ആ ഒരു ടെൻഷനും പ്രയാസങ്ങളും ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്ത് ഹാപ്പിയാണെന്നുണ്ടാവുക. ഇടയ്ക്ക് ടെൻഷൻ ഉണ്ടാവണം, ഇടയ്ക്ക് എന്താ പറയുക കരയണം. അങ്ങനെ എന്നാലല്ലേ സന്തോഷത്തിന് വില ഉണ്ടാവും. അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. ഞാനല്ലേ എനിക്ക് ഉമ്മ നാട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒക്കെയും ഹസ്ബൻഡെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഭയങ്കര ബോറടിയാണ്. എനിക്ക് വെറുതെ ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫും കുക്കിങ്ങും. എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് കുക്ക് ചെയ്യൽ, ക്ലീൻ ആക്കൽ. പിന്നെ കുക്ക് ചെയ്തിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോൾ ആ ഒരു സന്തോഷം, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലത് പറയുമ്പോഴുള്ള ആ ഒരു സന്തോഷമില്ലേ, അപ്പോൾ അതെല്ലാം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക സന്തോഷം കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും. ചിലർക്ക് ഒരുപാട് ബുക്ക് വായിക്കുമ്പം കിട്ടും, ചിലർക്ക് നല്ല പാട്ട് കേട്ടാൽ, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുമ്പം ചിലർക്ക് കിട്ടും. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത ആളാണ്. കാര്യം എനിക്കങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കലോ കറങ്ങലോ കാര്യങ്ങളോ ഒന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒതുങ്ങി കൂടിയിട്ട് കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുക്കിങ്ങാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ക്ലീനിങ്ങാണ് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ നമുക്ക് ഓരോരോ കഴിവുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ കാര്യത്തിൽ സന്തോഷം കിട്ടും. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാലേ നമ്മൾ
നമുക്ക് ടെൻഷൻ അടിക്കാൻ പിന്നെ നേരം ഉണ്ടാവില്ല. നമ്മളൊന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ടെൻഷൻ ഇല്ലാത്ത ഒരു മനുഷ്യന്മാരില്ല. ഒരുപാട് നമ്മളിപ്പോൾ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു ആളായിരിക്കും. പക്ഷേ അവർ വീട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാലേ നമ്മൾ വിചാരിക്കും വാവ് എന്തൊരു അടിപൊളിയാണ് എല്ലാ ഐറ്റംസും കാര്യങ്ങളും. പക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ ഒറിജിനൽ അവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാലില്ലേ പഠിച്ചോനെ ആ ഒരു ദുഃഖം എനിക്ക് തരാത്തതിന് നന്ദി എന്ന് പറയും. അതുകൊണ്ട് ദൈവം എല്ലാവർക്കും ഒരുപോലെയാണ്. ഓരോരുത്തർക്ക് താങ്ങാവുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കും. അങ്ങനെ അപ്പം നമുക്കെന്താണോ ദൈവം നല്ലത് തന്നിട്ടുള്ളത് അതിലേക്ക് മാത്രം നോക്കുക, ഇല്ലാത്തതിലേക്ക് നോക്കാണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലാണ്ട് എല്ലാവരും ഹാപ്പി ഉള്ളവർ എന്താ പറയുക ഹാപ്പി ഉള്ളവരാണ് വൃത്തിയാക്കുന്നത്, അല്ലാണ്ട് ഹാപ്പി ഉള്ളവരാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയല്ല. ഹാപ്പിനെസ് അവർ കണ്ടെത്തിയെന്ന് അവർക്ക് അറിയാം നമ്മളായിട്ട് ഉണ്ടാക്കിയാലേ ഹാപ്പി ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് ഓരോരോ കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കതിൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നതുകൊണ്ട് മാത്രമൊന്നും വീഡിയോ ചെയ്യുന്നത്. നമുക്കിപ്പം വീഡിയോ ചെയ്യുമ്പം സന്തോഷമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ തോന്നില്ല, എന്തിനാ ചെയ്യുന്നതെന്ന് തോന്നും. അപ്പം ഞാനൊക്കെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം ചെയ്യുമ്പം തന്നെ അൽഹംദുലില്ലാ എൻ്റെ പകുതി ടെൻഷൻ അങ്ങ് കുറയും. ഉമ്മയിലും ഇല്ല എന്താ പറയുക എൻ്റെ ഉമ്മ ഗൾഫിലാണ്. അപ്പം എൻ്റെ വീടാണെങ്കിലേ എൻ്റെ തറവാട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉൾഭാഗത്താണ്, അധികം ആരും ഇല്ല ഈ ഭാഗത്ത്. അപ്പം ഞാൻ ഒറ്റപ്പെട്ട പോലത്തെ ഒരു ഫീലാണ് എനിക്ക്. അപ്പോൾ എനിക്ക് ബോറടിക്കും, ടെൻഷനാകും. വെറുതെ ഇരുന്നാൽ തന്നെ മനുഷ്യന്മാർക്ക് ടെൻഷനല്ലേ, ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടും. അപ്പം എന്താ പറയുക നമുക്ക് സന്തോഷം കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ചിത്രം വരക്കലോ അല്ലാന്നുണ്ടെങ്കിൽ ഗാർഡൻ നോക്കലോ വീട് ക്ലീനിങ്ങോ. എനിക്കല്ലാന്നെങ്കിൽ എന്താ പറയുക യൂട്യൂബിൽ വീഡിയോ കുക്കിംഗ് വീഡിയോയും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങളെ കമൻ്റ് എല്ലാം കാണുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് അങ്ങനെയാണ് കേട്ടോ നമ്മളെല്ലാം സന്തോഷം കണ്ടെത്തുന്നത്. അങ്ങനെ സന്തോഷം നമ്മൾ കണ്ടെത്തുക, ആരും കൊണ്ടുത്തരൊന്നും ചെയ്യില്ല നമുക്ക് സന്തോഷം. അങ്ങനെ ഒരു സാധനം വാങ്ങിയാലോ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് സന്തോഷമില്ല, അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. നമ്മൾ തന്നെ കണ്ടെത്തണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ടും അങ്ങനെയല്ലോ നമുക്ക് സന്തോഷം കിട്ടും കേട്ടോ. ഞാൻ കുറേ പറഞ്ഞുപോയി. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടുകൊണ്ടാണ്. അതിൽ തെറ്റായ ധാരണ നമുക്കൊന്നും ഇല്ലാത്തരം അത് കിട്ടുന്നവരേ അത് വേണമെന്ന് നമ്മൾ ചിന്തിക്കും. അത് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ഒരു മടുപ്പായിരിക്കും, നമുക്കത് വേണ്ട അങ്ങനത്തെ ഒരു ചിന്താഗതി ആയിരിക്കും. എന്നാൽ അത് കിട്ടാത്ത ആളാണെങ്കിലോ അതെനിക്ക് വേണമെന്നുള്ളൊരു ചിന്തയായിരിക്കും. പക്ഷെ മനുഷ്യന്മാർക്കില്ലേ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരില്ല, ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ആഗ്രഹങ്ങളായിരിക്കും. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ഉള്ളിക്കൊട്ടയും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കി എടുക്കലാണ്. ബട്ടർ പേപ്പറില്ലേ അതിൽ ഞാൻ ഒന്നുമില്ല, ന്യൂസ് പേപ്പറൊന്നും ഇല്ല വിരിക്കാൻ വേണ്ടിക്ക്. അപ്പം ഞാൻ വിചാരിച്ചാൽ അത് വിരിക്കാമെന്ന്. വിരിച്ചിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ കറയാം. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയതാ, ഫ്രിഡ്ജ് മൊത്തത്തിൽ ക്ലീൻ ആക്കി. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം കുറേ ടൈം എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആസ്വദിച്ച് ചെയ്യുവാണെങ്കിലേ നമുക്ക് റിലാക്സ് ആയിട്ട് എന്താ പറയുക ഇതോരോന്നിങ്ങനെ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് കിട്ടും കേട്ടോ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പം. അപ്പോൾ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ആയി കഴിഞ്ഞ ശേഷം ഞാൻ സെൻട്രാളും കിച്ചണും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സെൻട്രാളും കിച്ചണും തുടച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളെല്ലാം എന്തായാലും ആവും. ഒരു ഓയിലിൻ്റെ ഒരു മഴ ഉണ്ടാവും, പിന്നെ നടന്ന അടയാളം, വെള്ളം തുള്ളികൾ ഉറ്റിയ ഒരു അടയാളം, അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. അതിൽ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ബേജാറാവും, മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ടെൻഷനാവും. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിരിക്കും. അപ്പോൾ ഇതാൻ്റെ കിച്ചൺ ക്ലീനിങ്ങും വീടും എല്ലാം മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് മാഷാ അല്ലാ. ഇങ്ങനെ കാണുമ്പം തന്നെ നമ്മൾ കുറച്ച് സമയം ഒന്ന് മടി മാറ്റി വെച്ചാൽ തന്നെയില്ലേ നമുക്കെല്ലാം ചെയ്യാൻ കഴിയും കേട്ടോ. രാവിലെ എണീക്കാൻ ശ്രദ്ധിക്കുക, കഴിവതും രാവിലെ 4:30 തഹജ്ജുദിൻ്റെ എല്ലാം ടൈം നമ്മൾ എണീക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഗ്രഹങ്ങൾ നമ്മളെ വീട്ടിൽ വരുന്ന പോലെ ഫീലാവും മാഷാ അല്ലാ. നമ്മൾ രാവിലെ സുബഹിക്ക് എണീച്ച് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ചെയ്യുക, എന്നിട്ട് വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് വരിക. അതെല്ലാം ആകുമ്പം നമ്മൾ ലൈഫിലൊരു ചിട്ട ഉണ്ടെങ്കിൽ തന്നെയല്ലേ ലൈഫ് കുറേ എന്താ പറയുക
സ്മൂത്തായിട്ട് ഫീൽ ചെയ്യും. എന്താ പറയുക, ലൈഫിൽ കുറേ ടെൻഷൻ അങ്ങനെ കുറഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ ഞാൻ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട്. രാവിലെ ആയിക്കഴിഞ്ഞാലില്ലേ എപ്പോഴും ഉള്ളതാണ് ഇങ്ങനെ മാങ്ങെല്ലാം വീണിട്ട് പക്ഷിയെല്ലാം കുത്തിയിട്ടെല്ലാം ഇതായിട്ടില്ലേ മുറ്റം മൊത്തത്തിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന പോലെ ഒന്നല്ല, വൃത്തിയായിട്ടൊന്നും ഉണ്ടാവില്ല എപ്പോഴും. ഞാൻ ഡെയിലി അടിച്ചു വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ മുറ്റം ഉണ്ടാകുന്നത്. ഡെയിലി ഇന്നടിച്ചു വാരിയാൽ നാളെ അങ്ങനെ മോശമാവില്ല. ജസ്റ്റ് ആ ഒരു ചപ്പും കാര്യങ്ങളും മാങ്ങെല്ലാം വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെറുക്കിയെടുക്കും. പിറ്റേ ദിവസം വീണ്ടും അടിച്ചു വാരും. അങ്ങനെ അങ്ങനെ ക്ലീൻ ആക്കുന്നതുകൊണ്ട്, ദിവസം അങ്ങനെ ക്ലീൻ ആക്കുന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ വീഡിയോയിൽ കാണുമ്പോൾ അടിപൊളിയായിട്ട് കാണുന്നത്. അല്ലാണ്ട് ഇത് വെറുതെ ഇങ്ങനെ ആവുന്നൊന്നല്ല. എൻ്റെ ഒരു മടി ഞാനങ്ങനെ മാറ്റി വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് മാഷാഅല്ലാ അത് ആസ്വദിക്കാൻ കഴിയുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നാരി ഒന്ന് കഴുകണം. നാരി എന്നാണ് നമ്മൾ പറയല്, സ്റ്റെപ്പ് മുമ്പാകില്ലേ അതൊന്ന് കഴുകിയെടുക്കണം. അവിടെ മയിലെല്ലാം വന്നിട്ടെല്ലാം വേസ്റ്റ് ആക്കും, പക്ഷികൾ എല്ലാം, ചിലപ്പം പൂച്ച, അങ്ങനെ അത് ഡെയിലി ഒന്ന് കഴുകേണ്ട വരുത്തുണ്ട്. ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കഴുകൽ തന്നെയാണ്. തുടച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും വൃത്തിയാവാത്ത പോലെ ഫീലാവും. കാരണം മഴയായതുകൊണ്ട് മഴൻ്റെ ആ ഒരു ചാറലും പിന്നെ ആ ഒരു ഉറുമ്പിൻ്റെ ആ ഒരു ചിറകും കാര്യങ്ങളും നിങ്ങൾക്ക് ശരിക്കും ഈ വീഡിയോയിൽ കാണൂല, അതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയാലേ പോവും. അപ്പോൾ അതെല്ലാം അങ്ങനെ വെള്ളമടിച്ചിട്ട് അങ്ങനെ കഴുകും. മഴക്കാലം ആകുമ്പം കഴുകാൻ ചെയ്യും. വേനലെല്ലാം ആണെങ്കിൽ ഒരു 2-3 ദിവസം കൂടുമ്പം കഴുകും. പിന്നെ ഒന്ന് തുടച്ചെടുക്കലാണ്. ഞാൻ ഈ ഭാഗം അടിച്ചു വാരലേ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം വെള്ളം വെച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കലാണ്. അപ്പോൾ ഇതാ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും മുറ്റടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കാര്യമായിട്ടൊന്നുമില്ല, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, ളുഹർ നമസ്കാരവും കാര്യങ്ങളും എല്ലാമായിട്ട് കുറച്ച് നേരം ചിലവാക്കും. പിന്നെ ഉച്ചയ്ക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ ബീഫ് കറി വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി ചുടണം. നമ്മൾ ഡെയിലി ചോറ് ഉണ്ടാക്കലില്ല, എനിക്കും അങ്ങനെ ചോറ് ഡെയിലി നിർബന്ധമൊന്നുമില്ല. ചപ്പാത്തിയെല്ലാം തന്നെയാണ് ഉണ്ടാക്കൽ, ചപ്പാത്തിയോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കലാണ്. ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി കുളിച്ച് ഫ്രഷായി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ഞാൻ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുത്ത്. കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. കുട്ടികളെല്ലാം വന്ന് കുളിപ്പിച്ച് ഫ്രഷാക്കി. ഇനിയിപ്പോൾ രാത്രിക്കത്തെ ഫുഡും കൂടി ഞാൻ കാണിക്കാം. ഇന്ന് രാത്രിയില്ലേ നമ്മൾ മസാല ദോശ ഞാൻ പറഞ്ഞിട്ടില്ലേ കുറേ അരച്ച് വെച്ചിട്ടുണ്ടെന്ന്. ഞാനില്ലേ കുറേ അരച്ച് വെക്കും. എന്നിട്ട് ആദ്യത്തെ 2 ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും. 3-ാമത്തെ ദിവസം അത് തട്ട് ദോശയാവും. 4-ാമത്തെ ദിവസം മസാല ദോശയാവും. 5-ാമത്തെ ദിവസം എന്താ പറയുക ലാസ്റ്റിലെ അത് ചീസിൻ്റെ ദോശയായിട്ട് മാറും. അങ്ങനെയാണ് ഞാൻ എടുക്കൽ. മസാല ദോശ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റുമെന്നല്ല, എന്താ പറയുക മാവ് കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റുമെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇൻഷാ അല്ലാഹ് മാവ് അരക്കുന്നതും കാര്യങ്ങളും എല്ലാം വീഡിയോ ചെയ്യാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ വീഡിയോയിൽ കണ്ടുതരാം, ദോശ കണ്ടുതരാം. അത് ഞാൻ ചെയ്യാം കേട്ടോ. അത് റെസിപ്പി ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഈ മാവും കൂടി തീർന്നിട്ട് വേണ്ട എനിക്ക് വേറൊരു മാവ് അരച്ച് വെക്കാൻ. അതുകൊണ്ടാണ് രാത്രിയിലില്ലേ ഇങ്ങനെ ദോശ മാവെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പണി ഭയങ്കര ഈസി ആയിട്ട് തോന്നും. കാരണം ഒന്നും വേണ്ട, ദോശ ചുട്ടെടുക്കുക, കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം, എന്തെങ്കിലും ഒരു ചട്നി, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചീസെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചീസിൻ്റെ ദോശ ഉണ്ടാക്കുക, കുറച്ച് കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കുക. അങ്ങനെ അപ്പോൾ ഒരു 5 ദിവസമെല്ലാം എന്തായാലും എത്തും കേട്ടോ, കൂടുതലെത്തും. ഞാൻ പിന്നെ 5 ദിവസത്തിൽ കൂടുതലൊന്നും വെക്കലൊന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ ദോശൻ്റെ ഇഡ്ഡലിൻ്റെ എല്ലാം കഥ. നല്ല പെർഫെക്റ്റ് ഇഡ്ഡലിയെല്ലാം കിട്ടും കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ദോശ വീഡിയോ ഒന്നും എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്നാന്ന് വിചാരിച്ചത്. പിന്നെ രാത്രി ആയി ഈ ഒരു ദോശ ഉണ്ടാക്കുമ്പം ചിന്തിച്ചു നിങ്ങൾക്ക് വീഡിയോ ആക്കിയിട്ട് ഷെയർ ആക്കാമെന്ന്. ഇനിയിപ്പോൾ ഇതാ ദോശൻ്റെ ഓരോ മാവായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളായിട്ട് ഞാനിതാ കുറച്ച് ഗീയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ചീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ക്രീം ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. ഇതിപ്പം ബ്രെഡിനെല്ലാം മാത്രം കഴിക്കുന്നവരുണ്ട്. പക്ഷേ ഞാനില്ലേ
എല്ലാത്തിലും യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഇത് കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. ഇത് ഞാൻ അന്നേരം ഗൾഫിൽ നിന്ന് ചീസ് കൊണ്ടുവരുന്ന ടൈമില്ലേ ഇത് കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. ഇത് കുക്ക് ചെയ്യാനെല്ലാം പറ്റും കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഞാൻ ചെയ്യലുണ്ട്. അതിൻ്റെ പുഡിങ്ങും കാര്യങ്ങളെല്ലാം ഇത് തീരാൻ വേണ്ടിക്ക് ഞാൻ എന്തെല്ലോ ടൈപ്പിൽ ഉണ്ടാക്കലുണ്ട്. ഇങ്ങനെ ദോശൻ്റെ മുകളിൽ പരത്തി കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുഡിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, കുനാഫ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ ചെയ്തെടുക്കലുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ വെജിസെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുട്ടയും കൂടി ഇട്ടിട്ട് ചീസ് ഇട്ടിട്ട് എന്താ പറയുക ചീസ് ഇട്ട് കൊടുത്ത് മുട്ട ഇട്ട് കൊടുത്ത് എന്നിട്ട് വെജിസെല്ലാം ഇട്ട് കൊടുത്ത് ഒറിഗാനോ ഇട്ട് കൊടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതാ മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. നമുക്ക് രാത്രി ഇപ്പം മുറ്റടിച്ചു വാരലും എൻ്റെ എല്ലാം ആണെങ്കിൽ ഇല്ലേ വലിയ ഏരിയ തന്നെ ഉണ്ട് അടിച്ചു വാരാൻ വേണ്ടിക്ക്. അപ്പോൾ ഒന്ന് അടിച്ചു വാരുമ്പം തന്നെ ഏകദേശം നമുക്ക് മതിയാവും. അപ്പോൾ അതെല്ലാം എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമൊന്നേ. അങ്ങനെ രാത്രിയാകുമ്പോൾ നമുക്ക് എന്താ ഫുഡ് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കൂലേ. അന്നേരം ഇങ്ങനത്തെ ദോശമാവെല്ലാം അരച്ച് വെച്ചതുണ്ടെങ്കിൽ ഇങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര ആശ്വാസമായിട്ട് തോന്നും. നമ്മൾ വീട്ടിലെ ഒരു ഗൃഹനാഥ എന്നെല്ലാം പറയുന്ന സംഭവം ഭയങ്കര ജോലിയല്ലേ. നമുക്ക് നമ്മളെക്കുറിച്ചിട്ട് തന്നെ അഭിമാനം വേണം. കാരണം എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും നമ്മളെ കണ്ണെത്തണം. അതെല്ലാം കഴിഞ്ഞ് കുക്കിങ്ങും നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇതെല്ലാം ചെയ്താൽ തന്നെയല്ലേ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. നമുക്ക് സ്വർഗം നേടാൻ വേണ്ടിക്ക് നമ്മളെ മക്കളെയും ഭർത്താവിനും വീടും പരിസരവും നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ തന്നെ, നല്ല രീതിയിൽ കൊണ്ടുപോയാൽ തന്നെ നമുക്ക് സ്വർഗം കിട്ടുമെന്നാണ്. അൽഹംദുലില്ലാ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കിയും വീട്ടിൽ എന്താ പറയുക വീട്ടുകാർക്ക് വിളമ്പിയും കാര്യങ്ങളെല്ലാം എന്താ പറയുക കഴിഞ്ഞ ഒരു വീഡിയോയിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. അധികം വീഡിയോയിൽ ഉണ്ടായാലുണ്ട്, എന്നാലും കഴിഞ്ഞ ഒരു മന്തിൻ്റെ റെസിപ്പിയിൽ കുറേ നല്ല കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. ഹസ്ബൻഡിന് ഇഷ്ടമായി, അമ്മയ്ക്ക് ഇഷ്ടമായി എന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം കമൻറ്റ് വരുത്തുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും സന്തോഷമായി എന്നെല്ലാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളിങ്ങനെ ഫുഡ് ഉണ്ടാക്കിയും അത് അവർക്ക് വിളമ്പിയും അവരത് കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു പങ്ക് എനിക്കും കൂടി കിട്ടുമ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആ ഒരു കൂലി എനിക്കും കൂടി കിട്ടുമ്പം ഇനിയിപ്പോൾ ഇതാ ഞാൻ ചൂടോടെ തന്നെ എല്ലാവർക്കും അങ്ങനെ ആവുന്ന ദോശ അങ്ങനെ കൊടുക്കലാണ്. എല്ലാം കഴിഞ്ഞ് ബാക്കിൽ കാണുന്ന തുണിക്കുപ്പയില്ലേ അതൊന്ന് ആറിയിടാനുണ്ട്. നമ്മളെല്ലാവരും കൂടി രാത്രി അങ്ങനെ ഒരുമിച്ച് ആറിയിടലാണ്. പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.